അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കാത്ത തറവാടികളെ നമ്മൾ ഓൾമോസ്റ്റ് 165 ഓർഡേഴ്സ് നമ്മൾ ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടെ നമ്മൾ 25,000 കൂടുതൽ വരുന്ന സൂപ്പർ മാർക്കറ്റിന്റെ പ്രോഡക്ട്സ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഈ കമ്പനിയിൽ ഒരു യുണീക് പ്രോഡക്റ്റ് ഒരു 250 ആൻഡ് എബവ് കൊണ്ടുവരാൻ പൂ പറിക്കുന്ന പോലെയാണെന്ന് പറഞ്ഞു. 2018 മുതൽ ഈ കമ്പനിയുടെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സീനിയർ മാർക്കറ്റിംഗ് ഹെഡ് അജയ് സാറിനെ ക്ഷണിക്കുന്നു. പ്ലീസ് സർ, പ്ലീസ്. കുറെ നാളുകളായിട്ട് DSMO മീറ്റിനെ കുറിച്ചൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. കഴിഞ്ഞ നമ്മുടെ സോണൽ സെയിൽസ് ടീം മാനേജേഴ്സ് അപ്പോൾ മീറ്റിംഗ് നടന്നിരുന്നു. ആ മീറ്റിംഗിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺസേൺസ്, ഫിജിക്കാർഡിന്റെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും കൺസേൺസ് സോണൽ സെയിൽസ് ടീം മാനേജേഴ്സ് ത്രൂ അന്ന് ഡിസ്കസ് ചെയ്യപ്പെട്ടു. കുറെ തീരുമാനങ്ങൾ അന്ന് സോണൽ സെയിൽസ് ടീം മാനേജേഴ്സിന്റെ മുന്നിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഡിക്ലെയർ ചെയ്ത കാര്യങ്ങളിൽ ഓരോന്നും നിങ്ങളുടെ അടുത്തേക്ക് കൂടി ഡയറക്ട്ലി റീച്ച് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് DSMO മീറ്റ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തത്. ഇനി നെക്സ്റ്റ് ഒരു SMO മീറ്റ് എല്ലാവരും ദീർഘനാളായിട്ട് ആഗ്രഹിക്കുന്ന SMO മീറ്റിംഗ് നമുക്ക് വരും നാളുകളിൽ ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ ഉണ്ടാവും. റാങ്കുകൾ അച്ചീവ് ചെയ്ത നമ്മളൊക്കെ സ്വപ്നം കാണുന്ന 13ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്ത ദ ബ്രാൻഡ് ന്യൂ നാഷണൽ സെയിൽസ് ടീം മാനേജർ 13ാമത്തെ റാങ്കിൽ നിന്ന് നമുക്ക് ഒരു കോടി കിട്ടും. അത് എനിക്ക് തോന്നുന്നു ബോച്ചേന്റെ അടുത്ത് ഞാൻ ജനുവരി 1-ന് വാങ്ങും. നമ്മളെല്ലാം പ്രിയപ്പെട്ട ഇന്നിവിടെ നിൽക്കാൻ സാധിക്കുന്ന സമയത്ത് ഒരുപാട് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ഏകദേശം ഈ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷങ്ങൾ പിന്നീടാണ്. എന്റെ ലൈഫിൽ ആദ്യത്തെ MLM കമ്പനി അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഇതാണ്. എന്റെ അവസാനത്തെ കമ്പനി ഇത് തന്നെയായിരുന്നു. ഉള്ളത് കൊണ്ടാണ് ദുഃഖം എന്താണെന്ന് മനസ്സിലാവുന്നത്. ദുഃഖമുള്ളത് കൊണ്ടാണ് സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കണം. ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് സമ്പന്നത എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സമ്പന്നനായി കഴിഞ്ഞാൽ അവന് മനസ്സിലാവും ഈ ദാരിദ്ര്യത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഇതിൽ എത്രയോ പേരുടെ ജീവിതം മാറി പറഞ്ഞിട്ടുണ്ട് ഈ കമ്പനിയായിട്ട്. അപ്പോ ചെറിയൊരു കുറ്റങ്ങളും കഷ്ടങ്ങളൊക്കെ വരുമ്പോ അതിനെ കുറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തണം. പരസ്യമായിട്ട് പറയണം. NST എന്നുള്ള പേരിൽ എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പ്രവീൺസിലായിട്ട് വർക്ക് ചെയ്ത ആദ്യത്തെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഇതായിരിക്കും. അവസാനത്തെ പ്രത്യേകമായിട്ട് ഈ ഫിജിക്കാർഡ് എന്ന എൻറ്റിറ്റി മുമ്പിൽ നിന്ന് നയിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ കൂടെ ഉണ്ടാവും. ഫിജിക്കാർഡ് ഓഫീസ് എന്തിനാ റെഡി ആയിരിക്കണേ? Owns 2 acres of land worth 12 crores to the people who were left homeless in നമ്മളെല്ലാം പ്രിയപ്പെട്ട, നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, നമ്മളെല്ലാം സ്വപ്നം കാണാൻ പഠിപ്പിച്ച, നമ്മളെല്ലാം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് മുന്നിൽ അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കാത്ത തറവാടികളെ മരണം വരെ ഞാനിവിടെ ഉണ്ടാവും. ആരൊക്കെ വന്നാലും പോയാലും ഞാനും ഫിജിക്കാരുടെ കൂടെ ഉണ്ടാവും. അത് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് എപ്പോഴും നല്ല നല്ല പ്രോഡക്ട്സ് ഇറക്കുക, ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക, ഈ ടീമിനെ നയിക്കുക. ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് വെച്ച് പലരും ഏൽപ്പിച്ചു, വിശ്വസിച്ചു, കൊണ്ട് നടക്കുന്നൊക്കെ വെച്ചു. ഒന്ന് റിലാക്സ് ചെയ്തു. പിന്നെ മനസ്സിലായി നമ്മൾ തന്നെ ഇറങ്ങണം. നമ്മൾ ഇറങ്ങിയ പോലെ വേറെ ആൾ ഇറങ്ങിയാലും ആവില്ല. ഫിജിക്കാർഡിലെ റീപർച്ചേസ് ഒരുപാട് ആൾക്കാർ ചെയ്യാതെ ഇമ്പോർട്ടന്റ് റീസൺ പറഞ്ഞാൽ
കൊറിയർ ചാർജാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം. വെയിറ്റ് ബേസ്ഡ് ഓൺ വെയിറ്റ് அந்த மாதிரி സ്കീമിലേക്ക് മാറപ്പോറേ പണല നോട്ട് ചെയ്തിട്ടുണ്ടോ 10 കിലോ സാധനം അയക്കുമ്പോൾ 200 രൂപ ഓക്കെ 200 ഗ്രാമിന്റെ സാധനത്തിനും 200 കൊടുക്കാൻ പറ്റില്ല. ഒരു ഡേറ്റ് ഇട്ടിട്ടെ അടുത്ത മീറ്റിംഗിൽ